ചെറിയ ഡിസൈനിൽ വരുന്ന ഇയറിങ്സ് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറൊരു രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. ആദ്യം നമ്മൾ 4 ബീഡ് കോർക്കുക. അതിനുശേഷം ലാസ്റ്റിൽ കോർത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡ് ഇതുപോലെ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഒരു സൈഡിൽ 2 ബീഡും ഒരു സൈഡിൽ 1 ബീഡും കോർക്കുക. ഒരു ബീഡ് കോർത്ത ത്രെഡിന് 2 ബീഡ് കോർത്തതിൽ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വീണ്ടും ക്രോസ് ആയിട്ട് കോർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു സൈഡിൽ 2 ഗ്രീനും ഒരു സൈഡിൽ 1 ബ്ലൂവും ചെയ്തു. ആ ഒരു ബ്ലൂവിനെ നമ്മൾ 2 ഗ്രീനിൽ 1 ഗ്രീൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വീണ്ടും ക്രോസ് ആയിട്ട് കോർക്കുക. ഇനി നമ്മൾ ഗ്രീൻ കോർത്ത സൈഡിൽ 1 ഗ്രീനും ബ്ലൂ കോർത്ത സൈഡിൽ 1 ബ്ലൂവും കോർത്ത് കൊടുക്കുന്നു. ഇനി ഫസ്റ്റിൽ നമ്മൾ ചെയ്ത ആ ഒരു സെൻറ്റർ ബീഡിൻ്റെ ഉള്ളിലൂടെ ഗ്രീൻ കോർത്ത ത്രെഡിനെ നമ്മളിതാ ഇതുപോലെ കോർത്തെടുത്തിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ്. ബ്ലൂവിൻ്റെ ത്രെഡും ഈ ഗ്രീൻ കോർത്തെടുത്തതിന് അതിവിടെ കെട്ടിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വട്ടം കെട്ടിയതിന് ശേഷം നമ്മൾ 2 വട്ടം കോർത്തതിന് ശേഷം കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്ത് കളയണ്ട, നമുക്കിതിനെ മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് മുമ്പ് നമ്മുടെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ ഗ്രീൻ്റെ സെൻറ്ററിൽ അടിയിൽ അതേ സെൻറ്ററിൽ വരും, അതായത് 3 ബീഡ് കോർത്തേൻ്റെ സെൻറ്ററായിട്ട് വരും. അവിടേക്ക് നമ്മുടെ ത്രെഡിനെ ഒന്ന് കൊണ്ടുവരിക, ഏതെങ്കിലും ഒരു ത്രെഡിനെ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ആ ഒരു ബ്ലൂ ബീഡ് ഇട്ട് കൊടുത്തു. ഇനി ഈ ഒരു ത്രെഡിനെ നമ്മുടെ ഗ്രീൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മളിപ്പോൾ കോർത്ത് പിടിച്ചിരിക്കുന്ന ഈ ത്രെഡിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ജ്വല്ലറി മേക്കിംഗ് ഐഡിയാസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏപ്രിൽ ബാച്ച് നമ്മൾ ഏപ്രിൽ 20 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ത്രെഡ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത ത്രെഡും നമ്മൾ അതേപോലെ തന്നെ മുകളിലേക്ക് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊണ്ടുവരിക. ഇനി നമ്മൾ ഇതിലേക്ക് ഇയർ ഹൂക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആ ഒരു ചെറിയുടെ ഡിസൈൻ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞ് ബാലൻസ് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഫൈനൽ ലുക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.